ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രം പ്രാവിച്ചമ്പലത്തിനടുത്തായിട്ട് നമുക്കൊരു ലക്ഷറി വീട് ആണ് ഇന്ന് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രം മച്ചേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രാവിച്ചമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മച്ചേൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ ഈ കാണുന്ന ഒരു ലക്ഷറി വീടാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു 50 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് വരാനുള്ള സ്ഥലത്തിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെയാണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. 5 സെൻറ്റിലാണ് ഈ ഒരു വീട് പണി കഴിച്ചിരുന്നത്. 2550 സ്ക്വയർ ഫീറ്റാണ്. 4 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് നമുക്ക് ഈ ഒരു വീടിനെ ബെഡ്റൂമെല്ലാം അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഫുള്ളും നല്ല ഡിസൈനൊക്കെ കൊടുത്ത് കണ്ടോ, ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു സിംഗിൾ ഗേറ്റ് എന്താ ഈ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ മതിലെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടോ, നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ 2 കാർ സുഖമായിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. എന്താ ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു 3 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലെ നമുക്കിവിടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ തറ ഫുള്ള് നമുക്ക് കടപ്പാക്കല്ല് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് തറയിൽ ഇൻ്റർലോക്ക് ഫുള്ള് നമുക്ക് കടപ്പാക്കല്ലും ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഉണ്ട് ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെയും ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരുന്നത് വർക്ക് ഏരിയയുടെ സൈഡാണ്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷൻ പോലെയൊക്കെ ഇതായി ഫ്രണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന് പൈപ്പും നമുക്ക് കിണറും അവൈലബിൾ ആണ്. ഈ ഒരു വീടിന് അതായത് ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കണ്ടോ, ഈ ഭാഗത്താണ് കിണർ വരുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഇവിടെയൊക്കെ ഗാർഡൻ പ്രൊവിഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് 10x4 ഡയമെൻഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2 ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡോർ ഫുള്ളും തന്നെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല പാറ്റേണോട് കൂടിയ ഒരു ഡോറാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് കേട്ടോ. മുകളിലൊക്കെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കിയത് അവിടെ ആയിട്ട് TV യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ ചുമലിലൊക്കെ നല്ല ഡിസൈൻ ടെക്സ്ചർ വർക്കാണ് ഇതായി ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ അത് ഇവിടെ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെക്കോറേറ്റാണ് വെച്ചിട്ടുള്ളത്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടൈല് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ടൈലാണ്. നമുക്ക് 6x4 സൈസ് വരുന്ന ടൈലാണ് നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈഡ്നെസ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഈ വീടിൻ്റെ. അപ്പോൾ നേരെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്നതാണ് TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ വലിയ TV വരെ നമുക്ക് വെക്കാനുള്ള നല്ല സ്പേസ് നമുക്ക് ഈ ഇവിടെ കിട്ടുന്നുണ്ട് TV യൂണിറ്റിൽ. കൂടാതെ ഇവിടെ സൈഡിലുണ്ടോ ഫുള്ളും തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വരുന്നത് PVC പാനലാണ് TV യൂണിറ്റിൻ്റെ ബാക്കിൽ വരുന്നത്. പിന്നെ അതാ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പുറകിൽ നമുക്കൊരു വിൻഡോ വരുന്നുണ്ട്, ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം തന്നെ നമുക്ക് പ്ലാന്റും യൂസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ബാക്കി ഇവിടെ സൈഡിലെല്ലാം തന്നെ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 20x16 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. തൊട്ടിപ്പുറത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ 12x12 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ ടൈപ്പാണ് നമുക്ക് വരുന്നത്. പിന്നെ സെറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ വാഷ് ബേസിൻ വരുന്നത്. പിന്നെ താഴെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വാഷിംഗ് ഏരിയയാണ് ഇത് ആ ഭാഗത്ത് വരുന്നത്. ഇതിവിടെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചണും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കിച്ചണിൽ നമുക്കൊരു വൈറ്റ് ആൻഡ് മിൻറ്റ് ഗ്രീൻ ടൈപ്പാണ് നമുക്കിവിടെ കോംബോ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. വൈറ്റ് ആൻഡ് ഒരു മിൻറ്റ് ഗ്രീൻ ടൈപ്പാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കിച്ചൻ്റെ വരുന്നത്, അപ്പോൾ ഈ ഒരു കിച്ചൺ നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന കിച്ചൺ വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്.
നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ യൂണിറ്റാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ ഡ്രോസിൽ തുറന്ന് കാണിച്ചു തരാം. ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം തന്നെ ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു കിച്ചണിലെ മെറ്റീരിയൽ ഫുള്ള് വരുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമുക്ക് കണ്ടോ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്, താഴെ ഒരു ഗ്യാസിൻ്റെ സംഭവം വരുന്നുണ്ട് കണ്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്കൊരു സിങ്ക് വരുന്നത്, നല്ല ഭംഗിയായിട്ടുള്ളൊരു സിങ്കാണ് കണ്ടോ. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ എന്താ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ നമുക്ക് 16x6 ഡയമെൻഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയയാണ്, നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അടുപ്പൊക്കെ വയ്ക്കാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ഫുള്ള് കവേർഡാണ് കണ്ടോ, മഴയൊന്നും നനയത്തില്ല. ഫുള്ള് വേറെ ഒന്നും കയറാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള വർക്ക് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്, ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഒന്ന് ഇപ്പുറത്തും ഒന്ന് ഈ ഭാഗത്ത്, 2 ഭാഗത്തായിട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഓരോ ബെഡ്റൂം നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കാണിക്കുന്നത്. അപ്പോൾ 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഇവിടെ വരുന്നത്. ഇതിൻ്റെ പുറകു സൈഡിൽ കണ്ടോ ഫോട്ടോ ഫ്രെയിമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിൽ നമുക്ക് ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് ചുമരിൽ. പിന്നെ ബ്ലൈൻഡ്സ് ഒക്കെ 2 ഭാഗത്തും കണ്ടോ ഇട്ടിട്ടുണ്ട്. ഇതാണ് വാർഡ്രൂബ് വരുന്നത്, നല്ല വലിയ വാർഡ്രൂബാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഒരു 3 ഡോറും ഇതിൻ്റെ ടോപ്പിൽ 4 ഡോർ വരുന്ന ചെറിയ ടൈപ്പ്, പിന്നെ നടുക്കായിട്ട് ഒരു മിററൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിന് ആവശ്യമുള്ള സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് നമുക്ക് ഇവിടെ ഈ ഒരു വാർഡ്രൂബിന് കിട്ടുന്നുണ്ട്. ഫുള്ളും തന്നെ നമുക്ക് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് അകത്തിട്ടിട്ടുള്ളത്. ബാക്കി നമുക്ക് ഷവർ എല്ലാ സംഭവം വരുന്നുണ്ട്. ഈ ഭാഗത്തിലേക്ക് എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ടോട്ടലി നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി തൊട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും നമുക്ക് 14x12 ഡയമെൻഷനിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ ബാക്ക് ചുമലിലുണ്ടോ നമ്മൾ അപ്പുറത്തെ ഉണ്ട് അതേ ഒരു പാറ്റേൺ തന്നെയാണ്. അതിലൊരു ഗ്രീൻ കളർ മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ബാക്കി സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് വാർഡ്രോബ് സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിലുള്ളതാണ് ഉണ്ടോ കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിങ്ങിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. PVC ഡോർ സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട ടൈപ്പാണ്. അകത്ത് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ബാക്കി സെറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഷവർ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. സ്പേസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ധാരാളം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഈ ഒരു സ്റ്റെയർ കയറിയാണ് പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം. സൈഡിൽ കണ്ടോ നമ്മൾ ആ ബെഡ്റൂമിൽ കണ്ട അതേ ഒരു പാറ്റേണിലുള്ളതാണ് നമുക്ക് ഈ ഒരു സൈഡ് ചുമരിൽ ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കയറി പോകുന്ന ഈ ഹാൻഡിൽസ് ഫുള്ള് വുഡ് ആൻഡ് സ്റ്റീൽ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈറ്റിംഗ് കയറാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്കൊരു ഫാൻസി ലൈറ്റൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്ത് ഒരു ഫാൻസി ക്ലോക്കും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോക്ക് ഈ ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ മുകളിലെത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 30x24 ആണ് നമുക്ക് സൈസ് വരുന്നത് കണ്ടോ. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന ഭാഗം നമുക്ക് ഈ ഒരു സ്റ്റെപ്പാണ്. മുകളിൽ ഈ ഒരു ഫാൻസി ലൈറ്റൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഈ ഭാഗത്താണ്. ഇൻ ഔട്ട് കണക്ഷൻ ബാക്കി എല്ലാം തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത്രയും വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ടോപ്പിൽ കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും ഒരു TV യൂണിറ്റ് ഇതാ കൊടുത്തിട്ടുണ്ടോ. നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസാണ് താഴെ മുകളിലായിട്ട് TV യൂണിറ്റ് വയ്ക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെയൊക്കെ വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഫുള്ളും തന്നെ നമ്മൾ താഴെ കണ്ട അതേ ടൈപ്പ് തന്നെയാണ്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് സീലിംഗ് വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. നമ്മൾ താഴെ കണ്ട അതേ ഒരു സൈസ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് താഴെ കണ്ട അതേ ഒരു
ഏരിയയിൽ തന്നെയാണ്. അത് ഈ വലത് ഭാഗത്തും അത് ഇവിടെ ഇടത് ഭാഗത്തായിട്ടാണ് ഇവിടെയും ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം കൂടെ കയറി കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷൻ തന്നെയാണ്. നമുക്ക് തറയിൽ ടൈലിംഗ് എല്ലാം സെയിം ആണ്. നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ചുമരിലെല്ലാം വരുന്നത്. ലൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് നമ്മൾ താഴെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂം കൂടെ കയറി കാണാം. സെയിം ഡോർ തന്നെയാണ്. ഇപ്പോൾ തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ടൈൽ കണ്ടോ വ്യത്യാസമുണ്ട്, താഴെ കണ്ടതിനേക്കാളും വ്യത്യാസമുണ്ട്. നമുക്ക് ബാക്കി എല്ലാ ഫിറ്റിങ്സും നമ്മൾ താഴെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് 14x12 ഡയമെൻഷൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ പ്രൊഫഷണൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ അപ്പുറത്തൊക്കെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ട് വാർഡ്രോബൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഇനി അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഫേസ് ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡ് ഫുള്ള് കണ്ടോ ഈ ഒരു ടൈപ്പാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ മിറർ ലൈറ്റിങ് എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിന് 2 ബാൽക്കണിയാണ് വരുന്നത്. ഒരു ബാൽക്കണി നമുക്ക് ഈ ഭാഗത്തും ഒരു ബാൽക്കണി ഇപ്പുറത്ത് 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബാൽക്കണി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയുടെ ഒരു വിശേഷമാണ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഇതാണ് ചെറിയ ബാൽക്കണി വരുന്നത്. പക്ഷേ നമുക്ക് അത്ര വലിപ്പമുള്ളതാണ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 16x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ബാൽക്കണി വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ആൻഡ് സ്റ്റീൽ വരുന്ന ടൈപ്പാണ് നമുക്കിവിടെ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലൊക്കെ നമുക്ക് കണ്ടോ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വേറെയും ധാരാളം വീടുകൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് ഒരു ബാൽക്കണിയും കൂടെ ഈ ഭാഗത്ത് ഇപ്പുറത്ത് വരുന്നുണ്ട്. ഇതാണ് മെയിൻ ബാൽക്കണി വരുന്നത്. കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ടോ. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നല്ല സ്പേസ് ഉണ്ടോ ബാൽക്കണി. അപ്പോൾ ഈ ഒരു ബാൽക്കണി വരുന്നത് നമുക്ക് 14x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. തറയിലെ ടൈല് കണ്ടോ നമുക്ക് വെള്ളം വീണാലും ചറുക്കാത്ത രീതിയിലുള്ള ഗ്രിപ്പിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ മുകളിലുള്ള ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലക്ഷറി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 97 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാനൊക്കെ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് നിങ്ങൾ വീട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോണൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. ഇതുപോലത്തെ ലക്ഷറി വീടുകൾ നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ വീട് നോക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.